യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന സമയമാണ് ദൈവവചനം അവൻ കേൾക്കുകയും വിശ്വസിക്കുകയും ആത്മാവിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയം. ഒരുവന് വിശപ്പുണ്ടാകുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു മനുഷ്യന് അവൻ്റെ ഏതൊരവസ്ഥയിലും ഭക്ഷണം പോലെ ഏറ്റെടുക്കാവുന്ന ഒരു ജീവാമൃതമാണ് ദൈവവചനം. ആ ദൈവവചനം അവൻ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവൻ ആനന്ദം നൽകുന്നു. അവൻ്റെ ദുഃഖം അവനെ വിട്ടുമാറുന്നു. അവൻ്റെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകും. കാരണം നമ്മളെല്ലാവരും ദൈവനാമമാണ് വഹിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചവൻ പിതാവായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അതേ രൂപത്തിലും ഛായയിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദുഃഖങ്ങൾ മാറ്റിവെച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക സന്തോഷം നമുക്ക് അനുഭവിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം നിറഞ്ഞ ദിവസമായി മാറട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും ദൈവവും നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.